ഇപ്പൊ നമ്മളെ വഖഫ് പ്രശ്നം, ചില വഖഫ് സ്വത്തുക്കൾ വഖഫല്ലാതായിരിക്കും. വഖഫല്ല എന്ന് പറയാ, വഖഫ് സ്വത്താണ്. ആധാരത്തിലും മറ്റ് കോടതി വിധികളും കമ്മീഷന്റെ വിധികളൊക്കെ ഉള്ള സാധനം വഖഫല്ല എന്ന് പറയുന്നു. ഇത് സമുദായത്തിന്റെ ആൾക്കാർ തന്നെ പറയാൻ തുടങ്ങിയ എന്താകാട്ട, വഹാബികൾ നടത്തുന്ന ഫറൂഖ് കോളേജാണ്. വഹാബികൾ അത് വഖഫല്ല എന്ന് പറയാം. വഹാബികൾക്ക് വഖഫാക്കിയതാണിത്. വഹാബി കോളേജിൽ നിന്ന് വഖഫാക്കി ഈ സാധനം മുനമ്പത്തെ 407 ഏക്കറ, ആ ഏക്കറ വഖഫാണ്. അത് വഖഫല്ല എന്ന് പറയുന്നു. എന്തിന്? അവരത് വിറ്റുപോയി. ഹക്ക് ഹലാലും ബാത്തിലൊന്നും വേണ്ടേ? വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തില് ദാനമായി അർപ്പിക്കുന്നതാണ്. അത് വിൽക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. അതിന് അവകാശികളായിട്ട് ദുനിയാവിൽ ആരുമില്ല. ഒരു മനുഷ്യനും അവകാശിയല്ല, അള്ളാഹു മാത്രമാണ് അതിന്റെ അവകാശി എന്ന് പറഞ്ഞാൽ അതെന്താക്കാൻ പാടില്ല, വിൽക്കാനോ കൊടുക്കാനോ അനന്തരം എടുക്കാനോ പാടില്ല എന്നാണ് അതിന്റെ ഒന്നാമത്തെ മസലൻ അതാ പറയുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ അതാണ്. അതിന്റെ അസിൽ, ആ സംഗതി, അതിന്റെ സത്ത നിലനിർത്തിക്കൊണ്ട് അതിന്റെ അനുഭവം എടുത്തുകൊണ്ട് നല്ല മാർഗത്തിൽ, ഏത് മാർഗത്തിലേക്കാണോ വഖഫ് ചെയ്ത ആൾ നിശ്ചയിച്ചതെങ്കിൽ ആ നിശ്ചയിച്ച മാർഗത്തിൽ ചെലവഴിക്കലാണ്. പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് നേർച്ചകളുണ്ട്, വഖഫുകളുണ്ട്. ആ വഖഫുകൾ ആ രൂപത്തിൽ തന്നെ ചെയ്യണം, അല്ലാതെ ചെയ്യാൻ നിൽക്കാൻ പാടില്ല. എന്നാൽ വഹാബികൾ അത് വിറ്റ് കളഞ്ഞു. അതാണ് ഇവരുടെ പ്രവൃത്തി. അതുപോലെ പിന്നെ ജക്കാത്തിനൊക്കെ ഒരു നിയമമുണ്ട്. ജക്കാത്ത് നമ്മൾ 8 അവകാശികൾ പറഞ്ഞിട്ടുണ്ട്. ജക്കാത്ത് കൊടുക്കേണ്ടത് 8 അവകാശികൾക്ക്. ഖുർആൻ പറഞ്ഞതല്ല, ഇന്നമ സദഖാത്തുൽ ഫുഖറാഇ വൽ മസാകിൻ, പാവപ്പെട്ടവർക്ക്, ഭക്ഷണം കിട്ടാൻ കയ്യിലാത്ത, ജോലി ഇല്ലാത്തവർക്ക്, കടത്തിലകപ്പെട്ടവർക്ക്, ഇങ്ങനെ 8 കൂട്ടർ എണ്ണിയിട്ടുണ്ട്. നമ്മളുടെ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ പള്ളി ഉണ്ടാക്കാൻ സക്കാത്ത് പറ്റൂല, മദ്രസ ഉണ്ടാക്കാൻ പറ്റൂല, അതുപോലെ പിന്നെ മറ്റെന്തെങ്കിലും കെട്ടിടം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കമ്മറ്റി ഉണ്ടാക്കാനോ കമ്മറ്റി നടത്താനോ അതിന്റെ ചെലവിലേക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. 8 കൂട്ടർക്കേ കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ ബൈത്തുൽ സക്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ബൈത്തുൽ സക്കാത്ത് പിരിപ്പിക്കാം. സക്കാത്ത് പിരിപ്പിച്ചിട്ട് പോലെ സംഘടന നടത്തുക. അത് 9ാമത്തെ അവകാശിയാ. ഖുർആനിൽ പറയാത്ത അവകാശ സംഘടന. അതുപോലെ പള്ളി ഓരോ സ്ഥാപനങ്ങളൊക്കെ നടത്തുക, അതിനൊക്കെ ഉപയോഗിക്കുന്നു. ഇങ്ങനെ നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിച്ച സാമ്പത്തിക അച്ചടക്കം, സാമ്പത്തികമായിട്ട് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനെ കടത്തിപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായ കുറ്റകൃത്യങ്ങളിലേക്ക് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പം നമ്മൾക്ക് അവരുടെ മീഡിയകളും അവരുടെ പത്രങ്ങളും ഒക്കെ നമുക്കെതിരാവും. അതാണ് വിഷയം. ഈ വിഷയം ജനങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. നമ്മളും ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. അതൊക്കെ ശരിയല്ലേ, ഒരു മൂല്യന്മാർ, 10 മൂല്യന്മാർ എന്തൊക്കെ പറയാണെന്നൊക്കെ തോന്നിപ്പോവും. നമ്മൾ പറയുന്നത് പണ്ട് പറഞ്ഞതിന് ഒരു മാറ്റം നമുക്കില്ല. ഇനിയും ഖിയാമം വരെ നമുക്ക് പറയാനുള്ളത് അതൊക്കെ തന്നെയാണ്. ഒരു സത്യസന്ധമായ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ചൊവ്വായ വഴിയിൽ ഞങ്ങൾ ഇനി നടത്തണേ, ചൊവ്വായ വഴിയിൽ നടത്തണേ, ചൊവ്വായ വഴിയിൽ നടത്തണേ. നമ്മൾ നിർബന്ധമായി പ്രാർത്ഥിക്കുന്ന അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ആ ചൊവ്വായ വഴി സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പരിചയിച്ച നല്ല പണ്ഡിതന്മാര്, നല്ല സാദാത്തുക്കള്, നല്ല മനുഷ്യന്മാര്, ആ മനുഷ്യന്മാരൊക്കെ എല്ലാ നാട്ടിലുണ്ട്. അവർ നടന്ന ആ വഴിയിൽ കൂടെ ഞങ്ങൾ ഇനി നടത്തണം എന്നാണ് നമ്മളുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന അനുസരിച്ചുകൊണ്ട് നമ്മൾ എന്താക്കുന്നു, നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ വിഷയങ്ങൾ അധീഷ്ഠമാക്കിക്കൊണ്ട് പ്രസംഗിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദന്മാര്, പ്രഗത്ഭരായ ഉസ്താദന്മാര് നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. ഏതായിരുന്നാലും ചുരുക്കം പറഞ്ഞാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ഇവിടെ യഥാർത്ഥ ഇസ്ലാം. സമസ്തയാണ് ഇസ്ലാം, അല്ലാത്തതൊന്നും ഇസ്ലാമല്ല. അത് തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും. അവരൊക്കെ കലർപ്പുള്ളവരും ഇസ്ലാമിനെ വികലമാക്കിയവരും ഇസ്ലാമിന്റെ നിയമങ്ങളെ ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്കൊത്തുകൊണ്ട് ഇസ്ലാമിനെ അട്ടിമറിച്ചവരാണ്. അതുമായിട്ട് ആരും വഞ്ചിതരാവരുത്, രാഷ്ട്രീയക്കാരും വഞ്ചിതരാവരുത്. പിന്നെ രാഷ്ട്രീയക്കാർക്കൊക്കെ വേറെ ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യങ്ങളൊക്കെ അവരുടെ മാർഗത്തിൽ കൂടെ അല്ലാതെ ഇസ്ലാമിന്റെ ഉള്ളിൽ കടന്നുകൊണ്ട് ആ ലക്ഷ്യങ്ങൾ സാധീകരിക്കാൻ നോക്കേണ്ടതില്ല. ഇസ്ലാമിന്റെ കാര്യം ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ പറയുന്നത് അനുസരിക്കലാണ് നമ്മുടെ കടമ അതാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ ജീവിച്ച് മരിക്കാനും പുന്നാര നബിയോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനും വേണ്ട പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യേണ്ട. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.